إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകൾ സഫൊന്ന് പൂർത്തീകരിച്ചിരുന്നാൽ അതിനൊരു ഭംഗിയുണ്ടാവും. ആധുനിക ലോകം സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീകളുടെ വേഷം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാൽമുട്ട് വരെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, കാൽമുട്ടിനും കണങ്കാലിനും മധ്യേ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ, അതുപോലെ ഇറുകിയ ടൈറ്റായ വസ്ത്രം ധരിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങിയ രീതിയിൽ
സമൂഹത്തിലെ പുതിയ മോഡലുകളെല്ലാം സ്വീകരിക്കുകയും ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന ഡിസൈനുകളെ, മോഡലുകളെ, അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ ഉമ്മത്ത്, മുസ്ലിം സമൂഹം, മുസ്ലിം സ്ത്രീകൾ ഇന്ന് ഇത്തരത്തിലുള്ള പാശ്ചാത്യൻ വസ്ത്ര രീതികളെ സ്വീകരിച്ചു പോകുന്ന ഗൗരവമേറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിരോവസ്ത്രം ധരിച്ച മുസ്ലിം സ്ത്രീകൾ, തലമറച്ച സ്ത്രീകൾ, അവർ പോലും ഇത്തരം മോഡലുകളുടെ പിന്നാലെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രധാന ലക്ഷ്യമെന്നത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നഗ്നത മറക്കുക എന്നതാണ്. എന്നാൽ നഗ്നത വെളിവാക്കലാണ് വസ്ത്രധാരണമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് പലരുടെയും വസ്ത്രധാരണം എന്നത് ഏറെ ഗൗരവപ്പെട്ട കാര്യമായി നമ്മൾ കാണണം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ രണ്ട് ഷഹാദത്തുകളിലൂടെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഒരു മുസ്ലിം, ആ ഒരു മുസ്ലിമിന് കൃത്യമായ ഇസ്ലാമിന്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടായിരിക്കണം അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ വിശ്വാസ ആചാര കർമ്മങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ആ ഷഹാദത്തിന്റെ ഉള്ളിൽ, അതിൽ ആ ഷഹാദത്തിലൂടെ ഇസ്ലാമിൽ പ്രവേശിച്ച ഒരു മുസ്ലിം സ്ത്രീ ഇക്കാര്യം ഗൗരവത്തോടെ തന്നെ കാണണമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിം സ്ത്രീയുടെ ഔറത്ത് എന്താണ് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. തലമറച്ചാൽ ഇസ്ലാമിക വേഷമായി എന്നാണ് പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത്. കാൽമുട്ടിന് താഴെ വസ്ത്രം ധരിച്ച ആളുകളും തലമറക്കുന്നുണ്ട്. ഇറുകിയ വസ്ത്രം ധരിച്ച സ്ത്രീകളും തലമറച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ടൈറ്റായ ജീൻസും ടീഷർട്ടും ധരിച്ച് അവരുടെ ശരീരത്തിലെ പുരുഷനെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾ, പാന്റും ജീൻസും ധരിച്ച സ്ത്രീകൾ, അത്തരം സ്ത്രീകൾ പോലും തലമറച്ചുകൊണ്ടാണ് പോകുന്നത്. അവർ വിചാരിക്കുന്നത് തലമറച്ചാൽ ഇസ്ലാമിന്റെ വസ്ത്രമായി എന്നതാണ്. അതൊരിക്കലും ഇസ്ലാമിക രീതി ആവുകയില്ല. ഇസ്ലാം ഔറത്തായി പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കാതെയും ഇറുകിയ തരത്തിലുള്ള വസ്ത്രം ധരിച്ച് ഒരു മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം അത്തരത്തിലായി കഴിഞ്ഞാൽ അത് ഇസ്ലാമാവുകയില്ല. അവളുടെ കാൽപാദങ്ങളും അവളുടെ മുടിയും പൂർണ്ണമായും മറഞ്ഞിരിക്കണം. കാൽപാദം തൊട്ട് മുടി വരെയുള്ള അവളുടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും ഇസ്ലാം വെളിവാക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഭാഗമൊഴിച്ചു, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗവും സ്ത്രീയുടേത് ഔറത്താണ്. അത് മറഞ്ഞിരിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ കണിശമായ ഇസ്ലാമികമായ ശരീഅത്ത്. അതാണ് ശരീരം മുഴുവനും അയഞ്ഞ തരത്തിലുള്ള വസ്ത്രമായിരിക്കണം ഒരു മുസ്ലിം സ്ത്രീ ധരിക്കേണ്ടത്. ഇസ്ലാമിനെ ആദർശമായി സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം സ്ത്രീകളോട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില നസീഹത്താണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്നത്
പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത് നഗ്നത മറക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. ആദം സന്തതികളെ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യമായ അവയവങ്ങൾ മറക്കുവാൻ ഉതകുന്ന വസ്ത്രം നിങ്ങൾക്ക് നൽകി. ഗോപ്യമായ രഹസ്യമായ അവയവങ്ങൾ മറക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു വസ്ത്രം നൽകി, ഔറത്ത് മറക്കാൻ. വലിബാസുത് തഖ്വാ, ആ വസ്ത്രം, ഏറ്റവും നല്ല വസ്ത്രം ഏതാണ്? ലിബാസുത് തഖ്വാ, തഖ്വയിൽ അധിഷ്ഠിതമായ വസ്ത്രമാണ്. ധർമ്മനിഷ്ഠയുള്ള വസ്ത്രം, അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു അവതരിപ്പിക്കുന്ന തെളിവുകളിൽപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇനി നമ്മളൊന്ന് പരിശോധിക്കുക, അല്ലാഹു പറഞ്ഞ രീതിയിലുള്ള വസ്ത്രമാണോ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും, നമ്മുടെ പെൺമക്കളും ധരിക്കുന്ന വസ്ത്രം? തഖ്വയിൽ അധിഷ്ഠിതമായ ധർമ്മനിഷ്ഠ പാലിക്കുന്ന വസ്ത്രമാണോ എന്നത് നമ്മൾ ഓരോരുത്തരും ഏറെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്നതായി കാണാം, അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ ഇസ്ലാമികമായ മാന്യമായ വസ്ത്രം, ഔറത്ത് വെളിവാക്കാത്ത തഖ്വയിൽ അധിഷ്ഠിതമായ വസ്ത്രം, ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുറത്തു പോകുന്നത് എങ്കിൽ അത് അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതല്ലാത്ത വസ്ത്രം ധരിച്ചാലോ അവിടെ ശല്യം ചെയ്യപ്പെടും, അവിടെ പീഡനങ്ങൾ ഉണ്ടാകും, അവിടെ ബലാത്സംഗങ്ങൾ ഉണ്ടാകും. അതിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എപ്പോ തെറ്റിച്ചുവോ അവിടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കടന്നു വരുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അവരെ തിരിച്ചറിയാൻ ഏറ്റവും അനുയോജ്യമായത് അതാണ് എന്നതാണ് തഫ്സീർ സഅദി പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയാണ്, ഹിജാബ് സ്വീകരിച്ചില്ല എങ്കിൽ അവർ ഉപദ്രവിക്കപ്പെടാം എന്നർത്ഥം. ധരിച്ചില്ലെങ്കിൽ അവർ പരിശുദ്ധകളാണെന്ന് വിചാരിക്കപ്പെടും. അല്ലേ? അവർ വസ്ത്രം ഇസ്ലാമികമായ വസ്ത്രമല്ല, നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ വസ്ത്രമല്ല അവർ ധരിച്ചിട്ടില്ല എങ്കിൽ അവർ പരിശുദ്ധകളല്ല എന്ന് ആര് വിചാരിക്കും? അതുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ള പുരുഷന്മാർ അവരെ ശല്യം ചെയ്യപ്പെടുമെന്ന. ഹൃദയത്തിൽ രോഗമുള്ള പുരുഷന്മാർ, സ്ത്രീകളെ കണ്ടാൽ രോഗമുണ്ടാകുന്ന പുരുഷന്മാർ, അവർക്ക് ശല്യം ചെയ്യപ്പെടാൻ അവർ വിചാരിക്കും ഇവർ പരിശുദ്ധകളല്ല എന്ന് വിചാരിച്ച് അവരെ അത്തരത്തിലുള്ള ദുഷ്ചൈതികളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതാണ് അദ്ദേഹം ഈ ആയത്തിൽ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയാണ്, ആഗ്രഹം തോന്നുന്നവരെ തടയാനുള്ള ഒരു മാർഗമാണ് ഹിജാബ് എന്നത്. ഹിജാബ് ധരിച്ച് ഇസ്ലാമികമായ മാന്യമായ വസ്ത്രം ധരിച്ച് കാൽപാദം മുതൽ മുടി വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുന്നത് എങ്കിൽ ആ സ്ത്രീയെ ആഗ്രഹം തോന്നുന്ന ആളുകളിൽ നിന്ന് അതൊരു മറയായി ഹിജാബാണ് എന്നതാണ്. അതാണ് ഹിജാബ്. മൂന്നാമതായി, ഒരു സ്ത്രീയോട് അവളുടെ ഭംഗി അന്യപുരുഷന്മാരെ തൊട്ട് മറക്കേണ്ടത് വസ്ത്രം കൊണ്ടായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്.
അക്കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് കൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ, കണ്ണുകൾ അത് താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും, അതേപോലെ വലാ യുബ്ദീന സീനതുഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ അവരോട് പറയുക എന്നാണ്. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരോട് എന്ത് ചെയ്യണം? അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ പറയണം. അതോടൊപ്പം അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറയണം. എന്നിട്ട് പറഞ്ഞത് അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായത് ഒഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് അവരോട് കൽപ്പന കൊടുക്കണം. അതോടൊപ്പം അവരുടെ മക്കനകൾ അത് അവരുടെ കുപ്പായമാറുകൾക്ക് മീതെ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇന്നെന്താ നമ്മുടെ സ്ത്രീകളുടെ തലമറച്ച ശിരോവസ്ത്രം, അതിന്റെ അവസ്ഥ എന്താണ്? മക്കന ഇന്നുണ്ടോ? മക്കന എന്ന് പറഞ്ഞാൽ അത് അവരുടെ മാറുകളിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കേണ്ടതാണ്. ഇന്ന് പലപ്പോഴും ഷോൾ ചുറ്റി അത് തലമുടി മാത്രം മറച്ചിട്ടുണ്ടാകും. ഇങ്ങോട്ട് കഴുത്തിന്റെ ഇങ്ങോട്ടുള്ള എല്ലാ ഭാഗവും വെളിവാകുന്ന രീതിയിലാണ്. അതല്ല ഇസ്ലാമിന്റെ ശിരോവസ്ത്രം. ശിരോവസ്ത്രം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുപ്പായങ്ങൾക്ക് മീതെ അത് താഴ്ത്തിയിടുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അതായിരിക്കണം നമ്മുടെ വസ്ത്രങ്ങൾ. നാലാമതായി, ശരീരം മുഴുവൻ മറയാത്ത തരത്തിലുള്ള വസ്ത്രധാരണം അവളെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലായിരിക്കുമെന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സിൻഫാൻ മിൻ അഹ്ലിൻ നാർ ലഹും അറഹുമാ ഖൗമുൻ മഅഹും. നരകത്തിന്റെ ആൾക്കാരിൽപ്പെട്ട രണ്ട് തരക്കാർ, ആ രണ്ട് തരക്കാരെ ഞാൻ കാണുകയുണ്ടായി. അതിലൊന്നെന്താ? ആരാണ്? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദിന റീഹഹാ. അതിലൊരു വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്. വസ്ത്രം ധരിച്ചവരാണവർ, എന്നാൽ വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണവർ. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ വസ്ത്രം ധരിക്കാത്തവരെ പോലെ. എന്തിനാണ് വസ്ത്രം? ഔറത്ത് മറയാൻ. എന്നാൽ വസ്ത്രം ധരിച്ചിട്ടും ഔറത്ത് മറയാത്ത സ്ത്രീകൾ. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി നമ്മളൊന്ന് പരിശോധിച്ചാൽ, അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ, ഷോപ്പിംഗ് മാളുകളിൽ പോയാൽ, ഇവിടങ്ങളൊക്കെ സ്ഥിതി എന്താണ്? മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവരെ പോലെ തട്ടമിട്ടിട്ടുണ്ട്, പക്ഷെ മുടി പുറത്താണ്. നൈസായ വല പോലെയുള്ള തട്ടം ധരിച്ച ആളുകൾ. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ധരിച്ചിട്ടുണ്ട്.
ശരീരത്തിന്റെ തൊലി പുറത്തു കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണം. അവര് വസ്ത്രം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, എന്നാൽ തൊലി പുറത്താണ്. തൊലി കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ച ആളുകൾ. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, അവര് ജനങ്ങൾക്കിടയിൽ നടക്കുന്നത് എങ്ങനെയാണ്? അവർ ആടിയും പാടിയും കൊഞ്ചിക്കുഴഞ്ഞാണ് അവർ നടക്കുന്നത്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള അതുപോലെയാണ് അവർ മുടി കെട്ടിവെച്ചിട്ടുള്ളത്, മടഞ്ഞു വെച്ചിട്ടുള്ളത്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടി ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കുന്ന സ്ത്രീകൾ. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദിന റീഹഹ, സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്നാണ്. എത്ര ഗൗരവമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആലോചിക്കണം. പരിശുദ്ധ അല്ലാഹുവിന്റെ സ്വർഗം, വിശാലമായി പരന്നു കിടക്കുന്ന സ്വർഗം, അർളുഹസ്സമാവാതി എന്ന് പറഞ്ഞ ഭൂമിയെ, ആകാശ ഭൂമികളെക്കാളും പ്രവിശാലമായ സ്വർഗം. ആ സ്വർഗത്തിന്റെ പരിമളം എന്നത് കിലോമീറ്റർ കണക്കെ ആഞ്ഞടിക്കുന്ന പരിമളമാണ്. ആ പരിമളം പോലും ഇത്തരത്തിൽ വസ്ത്രം ധരിച്ച സ്ത്രീകൾക്ക് ലഭിക്കുകയില്ല എന്ന് പറയുമ്പോൾ, തുച്ഛമായ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി ആത്യന്തികമായി അനുഭവിക്കേണ്ടുന്ന സ്വർഗലോകത്തെ എന്തിനാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഇല്ലാതാക്കുന്നത്? ദുനിയാവ് ഇന്നും നാളൊക്കെ ആയിട്ട് അവസാനിക്കും. ഇതോടുകൂടി നമ്മുടെ ജീവിതം, ദുനിയാവിലെ ജീവിതം കഴിയും. പിന്നീട് വരാനുള്ളത് പരലോകമാണ് എന്നത് മറക്കരുത് എന്നതാണ് അത്തരം സ്ത്രീകളോട്, മുസ്ലിം സ്ത്രീകളോട് ഉണർത്തുവാനുള്ളത്, ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതേപോലെ സഹോദരങ്ങളെ, അഞ്ചാമതായി ശരീരം മുഴുവൻ മറക്കാത്ത തരത്തിലുള്ള വസ്ത്രധാരണം അവളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപവോ കോപങ്ങൾക്ക് വിധേയമാകുന്നു എന്നതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, എന്റെ സമുദായത്തിന്റെ ഒടുക്കത്തിൽ ഒരു വിഭാഗം പുരുഷന്മാർ ഉണ്ടാകും. അവരെങ്ങനെയാണ്? മൃദുലവും ലോലവുമായ ജീനുകളിലായുള്ള വാഹനത്തിന്റെ സീറ്റുകളിൽ അവർ സഞ്ചരിക്കും. എന്നിട്ട് പള്ളിയുടെ കവാടങ്ങളിൽ അവർ ചെന്നിറങ്ങും. അവരുടെ സ്ത്രീകൾ വസ്ത്രം ധരിച്ച നഗ്നതകളായിരിക്കും. നിസാഉഹും കാസിയാതുൻ ആരിയാതുൻ അലാ റൂസുഹുന്ന കാസ്നിമത്തിൽ മുഖ്തിൽ ഹിജാബ്. അവരുടെ തലമുകളിൽ മെലിഞ്ഞോട്ടകത്തിന്റെ പൂഞ്ഞകൾ പോലെയായിരിക്കും അവർ മുടി മുടഞ്ഞു വെക്കുന്ന ആളുകൾ. നിങ്ങൾ അവരെ ശപിക്കുക എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞു. ലഅനഹുന്ന, നിങ്ങൾ അവരെ ശപിക്കണം. ഫഇന്നഹുന്ന മഗ്ലൂനാത്ത്, അവർ ശപിക്കപ്പെട്ടവരാണ് എന്നാണ്. അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയപ്പെട്ട ആളുകളാണ് അവർ. പള്ളിയിലേക്കൊക്കെ പോകും, പക്ഷേ വസ്ത്രം ധരിച്ചത് എങ്ങനെയാണ്? നഗ്നത വെളിവാകുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച സ്ത്രീകൾ. എത്ര അല്ലാഹു റസൂലിന്റെ ആ ഒരു പ്രവചനം സഹോദരങ്ങളെ, പുലർന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്ത്രീകൾ, പെൺമക്കളാകട്ടെ, പെങ്ങന്മാരാകട്ടെ, ഭാര്യമാരാകട്ടെ, മാതാക്കളാകട്ടെ, ആരായിരുന്നാലും ഈ രീതിയിൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള വസ്ത്രധാരണത്തിൽ അവരുണ്ടാകരുത് എന്ന കണിശത പുരുഷന്മാരായ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തിട്ടാണ് നമ്മൾ വസ്ത്രം എടുത്തു കൊടുക്കുന്നത്. നമ്മളോട് പരലോകത്ത് റബ്ബ് നമ്മെ ചോദ്യം ചെയ്യുമെന്ന ഗൗരവം നമുക്കുണ്ടായിരിക്കണം. ഏഴാമതായി, നഗ്നത മറയാത്ത തരത്തിലുള്ള വസ്ത്രധാരണം എന്നത് അത് ജാഹിലിയത്തിലെ വസ്ത്രധാരണമാണ്, ജഹലിന്റെ അടയാളമാണ്.
അജ്ഞതയുടെ അടയാളമാണ്, വിവരം കെട്ടവരുടെ അടയാളമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറജൽ ജാഹിലിയത്തിൽ ഊല. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. പണ്ട് പഴയ കാലത്തെ അജ്ഞാതകാലം എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിലെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനങ്ങൾ നിങ്ങൾ നടത്തരുത് എന്നാണ്. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ 6-ാം നൂറ്റാണ്ടിൽ 1400 വർഷങ്ങൾക്കപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന അറേബ്യ എന്ന നാട് എല്ലാ അർത്ഥത്തിലും ജാഹിലിയത്തിലായിരുന്നു. ആട്ടും പാട്ടും ഡാൻസും മ്യൂസിക്കും മദ്യവും മയക്കുമരുന്നും എല്ലാ തോന്നിവാസങ്ങളും വ്യഭിചാരങ്ങളും, ഇങ്ങനെയുള്ള തോന്നിവാസത്തിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലായിരുന്നു നർത്തകിമാരുണ്ടായിരുന്നത്. അവർ നഗ്നത പ്രകടമാക്കിക്കൊണ്ടായിരുന്നു നൃത്തങ്ങൾ ചെയ്തിരുന്നത്, ഡാൻസ് ചെയ്തിരുന്നത്. അതുപോലെയുള്ള ആട്ടും പാട്ടും ഉണ്ടാകരുത് എന്നതാണ്. ഇന്ന് ആ ഒരു ലോകത്താണ് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഗൗരവം ഉണ്ടായിരിക്കണം. 8-മതായി നഗ്നത മറയാത്ത തരത്തിലുള്ള വസ്ത്രധാരണം എന്നത് അത് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമായിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവാചകനിൽ നിന്ന് വന്ന ഹദീസിന്റെ ഒരു ഭാഗത്ത് കാണാം, മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാൾ സംഭവിക്കും, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ നഗ്നകളായി അവർ പുറത്ത് ഇറങ്ങുക എന്നത്. അതുകൊണ്ട് ആ അടയാളങ്ങളിൽ നമ്മുടെ മക്കളും നമ്മുടെ സ്ത്രീകളും ഉണ്ടാകുകയില്ല എന്നതിന്റെ ആ ഒരു ഉറപ്പ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. 9-മതായി സലഫുകളായ സ്ത്രീകൾ അവരുടെ ഔറത്ത് വെളിവാക്കുന്നത് ഗൗരവത്തോടെ അവർ കണ്ടിരുന്നു എന്നത് അസ്ഹാബിനു അബീ റബാഹ റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഒരു ഹദീസിൽ ഒരു റിവായത്തിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, സ്വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു, അത് എനിക്ക് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ആ കാണുന്ന കറുത്ത സ്ത്രീ ഉണ്ടല്ലോ, അവളാണ് സ്വർഗ്ഗക്കാരിൽപ്പെട്ട സ്ത്രീ. കാരണം എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അല്ലാഹു റസൂലിനോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് ബോധരഹിതയായി അപസ്മാരമുണ്ടായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിലത്ത് വീഴാറുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി എന്റെ രോഗം ശമനപ്പെടാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ വന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ സ്ത്രീയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ ക്ഷമിക്കുകയാണ് എങ്കിൽ, ആ സമയത്ത് നീ ക്ഷമിക്കുകയാണ് എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് ആ സ്ത്രീയോട് അല്ലാഹു റസൂൽ പറഞ്ഞു. അതല്ല, നിന്റെ ഈ രോഗം ശമനപ്പെടാൻ സുഖപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്ന് റസൂൽ പറഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹു റസൂലെ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി. എന്നിട്ട് ആ സ്ത്രീ റസൂലിനോട് പറയാണ്, അല്ലാഹു റസൂലെ, ഞാൻ അങ്ങനെ ബോധം കെട്ട് വീഴുന്ന സമയങ്ങളിൽ എന്റെ വസ്ത്രം എന്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകാറുണ്ട്. ആ നീങ്ങിപ്പോകുന്നത് ഇല്ലാതാവാൻ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ നഗ്നത പ്രകടമാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അത് പ്രകടമാകാതിരിക്കാൻ വേണ്ടി അല്ലാഹു റസൂലെ, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. ഇതാണ് പൂർവികരായ സലഫുകളായ സ്വഹാബ വനിതകളായ അവരുടെ വസ്ത്രത്തിന്റെ ആ ഒരു കണിശത അതായിരുന്നു. ഒന്ന് ബോധം കെട്ട് പോകുമ്പോൾ പോലും ശരീരത്തിൽ നിന്ന്
ഔറത്ത് വെളിവാകുന്നത് അവർ ഭയപ്പാടോടുകൂടി കണ്ടിരുന്നത്. ഇന്ന് ബോധം കെടുന്നു വേണ്ട, സ്വബോധത്തിലാകുന്ന സമയത്ത് പോലും ഒരു ബേജാറ്, ഒരു പേടി നമുക്കില്ല. അന്യപുരുഷന്മാരുടെ അടുക്കൽ എങ്ങനെ പെരുമാറണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന്, ഏത് വേഷത്തിൽ പോകണമെന്ന് നമുക്കൊരു പേടിയും ബേജാറുമില്ലാത്ത ഒരു പുതിയ ലോകത്താണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ കാണണം. എന്റെ ശരീരം എന്നത് അത് എന്റെ ഭർത്താവിന്റെ മുന്നിലല്ലാതെ അത് പ്രദർശിപ്പിക്കപ്പെടുകയില്ല എന്ന ആ ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കണം. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇത് പരലോകത്തിന്റെ സ്വർഗ നരകങ്ങളുടെ വിഷയമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗൗരവം കാണിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരെ ഫിത്നയിൽ അകപ്പെടുത്തുന്ന തരത്തിലുള്ള വസ്ത്രധാരണം മുസ്ലിം സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പുരുഷന്മാർക്കുള്ള ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് സ്ത്രീകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, മാ തറക്തു ബഅദി ഫിത്നതൻ, എന്റെ കാലശേഷം, എന്റെ മരണശേഷം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത്, പുരുഷന്മാരിൽ ഭയപ്പെടുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് നാശകരമായ മറ്റൊന്നും ഞാൻ വിട്ടുപോകുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. വിശദമായ അദ്ദേഹം ഈ ആയത്തിനെ ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. സ്ത്രീകളുടെ ഫിത്നക്ക്, ആ ഫിത്നയിൽ നിന്ന് എങ്ങനെ സൂക്ഷിക്കാമെന്ന് ഇസ്ലാം പുരുഷന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അന്യ സ്ത്രീകളെ തൊട്ട് അവരുടെ കണ്ണുകളെ താഴ്ത്തുക എന്നത്. സ്ത്രീയെ കണ്ടാൽ ഒറ്റ നോട്ടം, ഒരിക്കൽ കണ്ടാൽ അവളെ വീണ്ടും വീണ്ടും നോക്കാതിരിക്കുക എന്നത് പുരുഷന്മാർക്ക് നൽകിയ നിർദ്ദേശമാണ്. ഇന്നങ്ങനെയല്ല. ഇന്നൊരു സ്ത്രീ ഒരു അങ്ങാടി കൂടെ പോയാൽ അത്യാവശ്യം കാണാൻ കോലത്തിലുള്ള ഒരു വസ്ത്രക്കെട്ട്, നല്ല ജീൻസും പാന്റും ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന സ്ത്രീയാണ് കണ്ണ് കണ്ടാൽ കണ്ണെടുക്കാതെ, കണ്ണ് ഇമവെട്ടാതെ നോക്കുന്ന പുരുഷന്മാർ. അത് പാടില്ല. പുരുഷന്മാർക്കുള്ള നിർദ്ദേശം എന്നത് സ്ത്രീയെ കണ്ടാൽ ഒറ്റ നോട്ടം, പിന്നീട് അവർ കണ്ണുകളെ താഴ്ത്തിക്കൊള്ളട്ടെ എന്നതാണ്. സ്ത്രീകൾ പുരുഷന്മാരെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത് എന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ പുറത്തേക്കിറങ്ങുമ്പോൾ അലങ്കാരമുള്ള വസ്ത്രങ്ങൾ, നല്ല മിന്നുന്ന, തിളങ്ങുന്ന, പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രം, അതൊരിക്കലും പാടില്ല. സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കാതിരിക്കാൻ സ്പ്രേ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള അവളുടെ മണം ആസ്വദിക്കണമെന്ന് വിചാരിച്ച് ആരെങ്കിലും പുറത്തേക്കിറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയെ പോലെയാണ് എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി
സ്പ്രേ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പുറത്തേക്കിറങ്ങുകയും അവർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരികയും എന്നിട്ട് നിസ്കരിച്ച് അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണ് എങ്കിൽ അവളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഏതുവരെ? അവൾ ജനാബത്തുകാരി ശുദ്ധിയാകുന്നത് പോലെ ശുദ്ധിയായി ആ നമസ്കാരം മടക്കി നമസ്കരിക്കുന്നത് വരെ അവരുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ്. ഇന്ന് പള്ളിയിലേക്ക് വന്ന സ്ത്രീകൾ നമ്മൾ ആലോചിക്കണം. നിസ്കരിക്കാൻ വേണ്ടി യാത്രയിലൊക്കെ പോയി വന്ന സ്ത്രീകൾ പള്ളി വന്ന് നിസ്കരിക്കാറുണ്ട്. പല പള്ളിയിലേക്കും സ്ത്രീകൾ കയറിയാൽ അത് കിലോമീറ്റർ കണക്ക് അതിന്റെ അവർ കയറിയുള്ള ആ സ്മെല്ല് കിട്ടും. അത്തരത്തിലുള്ള സ്പ്രേകളും അത്രയൊക്കെ ഉപയോഗിച്ച് പള്ളിയിൽ വരുന്ന സ്ത്രീകൾ നിസ്കാരം പോലും സ്വീകരിക്കൂല എന്നാണ്. ഗൗരവമുള്ള കാര്യമാണോ അല്ലേ എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. പിന്നെ എന്തിനാ നിസ്കരിക്കുന്നത്? നിസ്കാരം അല്ലാഹു സ്വീകരിക്കാൻ, കബൂലാക്കാൻ, അതുപോലും സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ കാണണം. അപ്പൊ സ്ത്രീകൾ പറയും, എന്തൊരു മതമാണിത്, ഒന്നും പാടില്ലാത്ത മതം, എല്ലാം ഹറാമാക്കിയ മതം. ഇല്ല, എല്ലാം ഹറാമാക്കിയിട്ടില്ല. ഹറാമുകൾ കുറച്ചേ ഉള്ളൂ, ഹലാലുകളാണ് കൂടുതൽ. ഹറാമുകൾ, ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ മുഴുവനും മനുഷ്യരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. മനുഷ്യരുടെ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളത്. ഇസ്ലാം നമുക്ക് വേണ്ടത് മാത്രമാണ് ഹലാലാക്കിയത്, വേണ്ടാത്തത് ഹറാമാക്കി. അതുകൊണ്ട് പുരുഷന്മാർക്ക് വേണ്ടാത്തതുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടാത്തതുണ്ട്. സ്ത്രീകൾക്ക് ഹലാലാക്കിയത് പുരുഷന്മാർക്ക് ഹറാമാക്കിയിട്ടുണ്ട്, പുരുഷന്മാർക്ക് ഹറാമാക്കിയത് സ്ത്രീകൾക്കും ഹലാലാക്കിയിട്ടുണ്ട്. സ്വർണം പുരുഷന്മാർക്ക് ഹലാലാണ്. പട്ട് പുരുഷന്മാർക്ക് ഹറാമാണ്, സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. സ്പ്രേ പോലെയുള്ള വസ്തുക്കൾ പുരുഷന്മാർക്ക് ഹലാലാണ്, സ്ത്രീകൾക്ക് ഹറാമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹലാലുകളും ഹറാമുകളും ഉണ്ട്. അത് സ്വയം നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അത് പൂർണ്ണമായും പാലിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ കലിമത്ത് തൗഹീദിന്റെ ആ സാക്ഷ്യവചനങ്ങൾ അംഗീകരിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരാണ് എങ്കിൽ അത് പൂർണ്ണമായും സ്വീകരിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് ഒരു മാനസികമായി നമുക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കൂടാ. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിഹാസങ്ങളും കുത്തുവാക്കുകളും എല്ലാം ഈ രംഗത്തുണ്ടാകും. അതിനെല്ലാം കവച്ചു വെച്ച് അതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടായിരിക്കണം ഇസ്ലാമിന്റെ ഷിയാറുകളെ, ഇസ്ലാമിന്റെ വിശ്വാസ ആചാരങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴാണ് സ്വർഗം കിട്ടുക. സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് പ്രവേശിക്കാമെന്ന് നമ്മൾ മോഹിക്കുന്നുവെങ്കിൽ ആ സ്വർഗം വെറുതെ കിട്ടുന്നതല്ല, ത്യാഗങ്ങൾക്കുള്ളതാണ്. ത്യാഗ പരിശ്രമങ്ങൾക്ക്, അത്തരം ത്യാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ത്യാഗങ്ങൾ സഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും വലുതും ചെറുതുമായ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ നാഥ, നീ ഞങ്ങൾക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ നീ എളുപ്പമാക്കണം റഹ്മാനെ. രോഗികൾക്ക് അവരുടെ രോഗം ശിഫ നൽകണം റഹ്മാനെ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ. ബാധ്യതകളുള്ള സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ അത് കൊടുത്തു കൂട്ടുവാനും ആ ബാധ്യതകൾ തീർക്കുവാനുമുള്ള നല്ല മാർഗങ്ങളും സാഹചര്യങ്ങളും നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ.
ഏത് ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിലും ഹറാമിന്റെ ഒരു മാർഗത്തിലേക്ക്, അത്തരം ചീത്തയായ മോശപ്പെട്ട വിലക്കുകളിലേക്ക് പോകുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم